വേഗതയുടെ യൂണിറ്റുകൾ. വേഗതയെ സൂചിപ്പിക്കാൻ നമ്മൾ സാധാരണയായിട്ട് 2 യൂണിറ്റ് ഉപയോഗിക്കും. വേഗതയെ സൂചിപ്പിക്കാൻ സാധാരണയായിട്ട് 2 യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ എന്നും മീറ്റർ പെർ സെക്കൻഡ് എന്നും. കിലോമീറ്റർ പ്രതി മണിക്കൂർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, ഇങ്ങനെ 2 യൂണിറ്റാണ് വേഗതയെ സൂചിപ്പിക്കാൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. എങ്ങനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 എന്ന സ്ഥിര സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് ഒരു വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന് തന്നിട്ടുണ്ടായിരിക്കുക. നമുക്കതിനെ കണക്ക് ചെയ്യേണ്ട സൗകര്യം ചിലപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ വേഗതയെ 5/18 എന്ന കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് നമുക്ക് വേഗത തരുന്നത് 18 കിലോമീറ്റർ പെർ അവറിനെ വിചാരിക്കുക. 18 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമ്മളെന്ത് ചെയ്യുക, അതിനെ 5/18 കൊണ്ട് ഗുണിക്കുക. 18 വെട്ടിപ്പോയി, ബാക്കി 5 യൂണിറ്റ് മാറി കിലോമീറ്റർ പെർ അവർ പോയിട്ട് മീറ്റർ പെർ സെക്കൻഡായി. അതുപോലെ 36 കിലോമീറ്റർ പെർ അവർ എന്ത് ചെയ്യുക, 36 × 5/18. 18 36 വെട്ടുമ്പോൾ 2 വരും. 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ്. 54 കിലോമീറ്റർ പെർ അവർ 54 × 5/18. 18നെ 54 കൊണ്ട് ഇതിൽ വെട്ടിച്ചെടുക്കുമ്പോൾ ഇവിടെ 3 വരും. 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ്. 72 കിലോമീറ്റർ പെർ അവർ 72 × 5/18. 18നെ 4 കൊണ്ട് ഗുണിച്ച് 72 കിട്ടും. അപ്പോൾ വെട്ടുമ്പോൾ 4 വരും. 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ്. 90 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 90 × 5/18. 18നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 90 കിട്ടും. അപ്പോൾ നമുക്ക് 18 90 വെട്ടിയിട്ട് 5 എന്ന് എഴുതാം. 5 25 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ നമുക്ക് ഏതൊരു കിലോമീറ്റർ പെർ അവർ തന്നാലും 5/18 കൊണ്ട് ഗുണിച്ച മീറ്റർ പെർ സെക്കൻഡ് ആവും. നമുക്കിതൊരു എളുപ്പ വഴി 18 എത്ര 18 ഒരു 18. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര 18 36 18 36. ആ 2 കൊണ്ട് 5നെ ഗുണിക്കുക 10. എത്ര 18 54 3 18 54. അപ്പോൾ ആ 3 കൊണ്ട് 5നെ ഗുണിക്കുക 5 15. എത്ര 18 72 4 18 72. അപ്പോൾ 4 കൊണ്ട് 5നെ ഗുണിക്കുക 20. ഇതാണ് ചെയ്യാനുള്ള എളുപ്പവഴി.